അയാൾ അവരെ ഇപ്പോഴേ നേരത്തെ എന്താ അറിയോ, എനിക്കൊന്നും കാണാൻ പറ്റില്ല. അതായത് ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കുന്നത്, അതിന്റെ ഒരു ടെൻഷനും പേടിയെ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ജിന്നു കാണാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ആ പടതി പുള്ളി സ്ഥിരം കാണുന്നുണ്ട്, പുള്ളി മാത്രം മനസ്സിലായി. പറ എന്നിട്ട് പിന്നെ കോസ്റ്റ്യൂംസിന്റെ കാര്യങ്ങളൊക്കെ പിന്നെന്താ, ഇത് സൂര്യജസ്കയാണ്. നേരത്തെ ഞാൻ ഇട്ടിരുന്ന റോസ്, ഞങ്ങൾ ഇത്തവണ എടുത്തൊരു തീരുമാനമായിരുന്നു, എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ ഇടുന്നത്, ലൈക്ക് മാച്ചിങ് അല്ല. അപ്പോൾ ഞങ്ങൾ കോൺട്രാസ്റ്റ് ആക്കിയിട്ടാണ്. ഞാൻ നേരത്തെ മറ്റേ പിങ്കും പുള്ളിക്കാരി ഗോൾഡ് ഇത്തവണ നേരെ തിരിച്ചു. അപ്പൊ എന്റെ ചെയ്തത് സൂര്യജസ്കയാണ്. എന്റെ ഒരു കോസ്റ്റ്യൂം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു ബ്രൈഡ് ഉണ്ടോ, ഒന്നുപോലും ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ കല്യാണ ബ്ലൗസ് സാരി ഞാൻ ഇത് മറ്റേ ഫോട്ടോയിൽ കണ്ടാൽ സെലക്ട് ചെയ്തത്. കുറച്ച് തിരക്കുമായി, പിന്നെ എല്ലാം അങ്ങനെയാ. അതുകൊണ്ട് ഒരു സജഷനും സത്യം പറഞ്ഞാൽ ആരോട് ചോദിച്ചിട്ടില്ല. ഞാനങ്ങ് പോണം. ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയായി വരുവാണെങ്കിൽ ഇനി നിങ്ങൾ ക്യാമറ താഴ്ത്താണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പേഴ്സണൽ ആയിട്ട് ഒന്ന് താഴ്ത്തോ? അല്ല പൊട്ടിയിട്ടുണ്ട്, ചെറിയ നീര് പോലെ എന്താ പറയാനുള്ളത്? അവരെത്ര 7 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലേ, അവർ ഓൾറെഡി സക്സസ്ഫുൾ ആണ്. നമ്മൾ കല്യാണം കഴിഞ്ഞു, ഇനി അടിപൊളിയായിട്ട് ജീവിക്കട്ടെ. എന്റെ കല്യാണം ഇപ്പൊ ഇല്ല ചേട്ടാ, എന്റെ കല്യാണം ഞാൻ ചേട്ടനെ അറിയിക്കും. പിന്നെ കുറെ വർഷത്തേക്കേ ഇല്ല. താങ്ക് യു. കല്യാണമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. രാവിലെ വന്ന് കല്യാണം ഫുൾ കണ്ടു, സദ്യയൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും ഒക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നിങ്ങളും കുറേ നേരം വന്ന് ഇവിടെ വെളിയിൽ കാത്തു കെട്ടിയിരിക്കുകയായിരുന്നു തോന്നുന്നല്ലേ? പറയൂ. സദ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു, എല്ലാം കഴിച്ചു. ഇവരോട് എന്താ പറയുന്നുള്ളത്? ശ്രീവിദ്യയോടും രാഹുലിനോടും ശ്രീവിദ്യയോടും രാഹുലിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി മാരേജ് ലൈഫ്. എന്നാലും നിങ്ങളെല്ലാവരും അവരുടെ സേവ് ദ ഡേറ്റും എല്ലാം കണ്ടു കാണുമല്ലോ. എല്ലാം നല്ല ഭംഗിയായിട്ട് അവരുടെ ഈ ഒരു സ്നേഹം ജീവിതകാലം മുഴുവൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അഞ്ചുതര കല്യാണം ഉടനെ ഉണ്ടോ? ഉടനെ. ഓക്കെ, ശരി. താങ്ക് യു. സദ്യ കഴിച്ച് വേറെ പറഞ്ഞു. നല്ല സദ്യയാണ്, നല്ല ഉറക്കം തന്നെ. അതൊന്ന് വീട്ടിൽ പോയി ഉറങ്ങാന്ന് വിചാരിച്ചു. നിങ്ങൾ അടിച്ചു പൊളിച്ചില്ലേ കല്യാണം? ഹലോ, ഹായ്. എങ്ങനെയുണ്ട് ഇപ്പോ പരിപാടികൾ? നന്നായി പോകുന്നു പരിപാടികൾ. ഇത് സൗമ്യ, അറിയായിരിക്കും. ലേഡീസ് റൂം. ലേഡീസ് റൂം. ഇപ്പോഴുണ്ടോ എപ്പിസോഡിൽ? ഇപ്പോഴുണ്ടല്ലേ? ആ ഉണ്ട്. സൗമ്യ ഇപ്പൊ വേറെ പ്രോജക്റ്റാ ചെയ്യുന്നത്. ഇപ്പൊ എത്ര എപ്പിസോഡ് അത്? അതിപ്പോ അറൌണ്ട് 400 ഒക്കെ. അത്രയൊക്കെ ആയില്ലേ?